ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണു ശാലിനിയുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തായാലും നാളത്തെ എപ്പിസോഡ് നേരത്തെ വന്നിട്ടുണ്ട്. അതിലിങ്ങനെ ശാരികയും രോഹിതും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം സുസ്മിതയുടെ കാര്യമായിട്ട് സംശയമാണ് എന്നിങ്ങനെ ശാരികയുടെ രോഹിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞുതരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്ന് വെച്ചാൽ എന്താ എന്നിങ്ങനെ ശാരികയ്ക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ലല്ലോ. അന്നേരം നല്ലതിന് വേണ്ടി നല്ലത് സംഭവിക്കാനായിട്ട് ഒരു ആശംസയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ കാര്യത്തിൽ സുസ്മിത ഒപ്പിടുന്നതാണോ ഒപ്പിടാത്തതാണോ നല്ലതെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ ശാരിക പറയുകയാണ്. എന്തായാലും ഒന്ന് പറഞ്ഞുതരാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ബെസ്റ്റ് ഓഫ് എന്നും പറഞ്ഞിങ്ങനെ ശാരിക ചോദിക്കുകയാണ്. അങ്ങനെ ലക്ക് എന്ന് ബാക്കി അങ്ങ് രോഹിത് പറഞ്ഞങ്ങ് ചിരിക്കുകയാണ്. അന്നേരം ഇങ്ങനെയല്ല പറയേണ്ടത്, കൈ തന്നിങ്ങനെ ഷേക്ക് ഹാൻഡ് തന്നാണ് പറയേണ്ടതെന്നും പറഞ്ഞ് രോഹിത് ഇങ്ങനെ കൈ നീട്ടുകയാണ്. അന്നേരം ശാരികയാണെങ്കിൽ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്, ആരെങ്കിലും കാണുന്നോ ഇല്ലയോ എന്ന്. അന്നേരം ഇവിടെ എങ്ങോ ആരും ഇല്ലടോ, ഒന്ന് പറയടോ എന്നിങ്ങനെ പറയുമ്പോൾ മടിച്ച് ശാരിക ഇങ്ങനെ രോഹിത്തിന് കൈ കൊടുക്കുകയാണ്. എന്നിട്ട് ബെസ്റ്റ് ഓഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി രോഹിത് ലക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ലക്ക് എന്ന് ശാരികയും പറയുന്നുണ്ട്. അന്നേരം ചിരിച്ച് പറഞ്ഞ് കൈ കുലുക്കുകയാണ് ഷേക്ക് ഹാൻഡ് ഇട്ട ശേഷം. എന്നിട്ട് ബൈക്കിൽ കയറി രോഹിത്തിനെ കയറിയിരുന്ന ശേഷവും നോക്കി തല കുലുക്കുകയാണ്. എന്നിട്ട് അതിന് മുന്നേ ഈ ബെസ്റ്റ് ഓഫ് ലക്ക് പറയുമ്പോൾ എന്നാലും ഒന്ന് പറഞ്ഞേരെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ഇങ്ങനെ ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ പോയതിന് ശേഷം എൻ്റെ ബന്ധങ്ങളൊക്കെ അടർന്നു പോയിരിക്കുന്നു, നല്ലത് പറയാനോ പ്രാർത്ഥിക്കാനോ ആരുമില്ല എന്നൊരു തോന്നല്, അത് വളരെ ഭീകരമാണ് എന്നിങ്ങനെ രോഹിത് വിഷമിച്ച് പറയുമ്പോഴാണ് അവസാനം ശാരിക അത് പറയുന്നത്. തുടർന്ന് രോഹിത് അങ്ങ് ബൈക്കിൽ കയറി പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ മുറ്റത്ത് നിന്ന് രാജീവും പിന്നെ യാമിനിയും കൂടി സംസാരിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അന്നേരം രാജീവ് ആണെങ്കിൽ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. അന്നേരം യാമിനി പറയുന്നുണ്ട്, കാരണവന്മാർ പറഞ്ഞ കഥയിൽ കഥ 90% മാത്രം ശരിയായിരിക്കും, പക്ഷേ അതിലല്ല, മറ്റൊരു കഥ രാജീവിന് പറയാനുണ്ടെന്നറിയാം എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ കഥയിൽ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിൽ 90% ശരി തന്നെയാണ്. ഭർത്താവ് എന്ന ഒരാളിൻ്റെ കൂടെ ജീവിച്ചതിൽ എനിക്കതൊരു തെറ്റായിട്ടാണ് തോന്നിയത്. അതിൽ നിന്ന് ഞാൻ സ്വതന്ത്രമായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നേടിയതൊക്കെ ശരിയാണെന്ന്. പക്ഷേ സ്വതന്ത്രമായി കഴിഞ്ഞതിന് ശേഷമാണ് സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്. പുരുഷന്മാർക്കാണെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം, ഇരിക്കാം, രാത്രി സഞ്ചരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിൽ പോലും സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ചെന്നിരിക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് വിവാഹമോചിതയായവൾ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവൾ എവിടെ പോയാലും ചോദ്യവും സംശയങ്ങളും ഒക്കെ പിന്നാലെ വരും എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ത്രീകളുടെ കുറിച്ചും സ്ത്രീകളെയും പിന്നെ പുരുഷന്മാരെയും കുറിച്ച് തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ എല്ലാം സംസാരിക്കുകയാണ്. അന്നേരം രാജീവ് ഇതെല്ലാം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു സ്വാതന്ത്ര്യമാണ് ഒരു പ്രതീക്ഷ ഈ വിവാഹത്തിലൂടെ നേടാൻ പോകുന്നതെന്ന് ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മറ്റാരുടെയും നിർബന്ധപ്രകാരം ഞാൻ ഒന്നിനും തയ്യാറാവില്ല എന്ന് പറഞ്ഞില്ലേ, ഭർത്താവിൻ്റെ നിഴലായി ജീവിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, പിന്നെന്തിനാ ഞാൻ പഠിച്ച് ഡോക്ടർ ആയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവരുടെ ഈ സംസാരം, ഇവർ ഈ നിൽക്കുന്നതിൻ്റെ പുറകുവശത്ത് കിണറ്റിൻ്റെ ഭാഗത്തായിട്ട് നിന്ന് ശാരദാമ്മ കേൾക്കുകയാണ്. തുടർന്ന് രാജീവിനോട് യാമിനി ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. അന്നേരം ഇയാൾ പറഞ്ഞതുപോലെ പിന്നെ സ്വന്തമായിട്ടൊരു യാമിനി പറഞ്ഞതുപോലെ ഒരു രൂപമൊന്നും അയാളെക്കുറിച്ച് അയാൾക്ക് തന്നെ ബോധ്യമില്ലായിരുന്നു. ചിലപ്പോൾ യാമിനി പറഞ്ഞ പോലെ എൻ്റെ നിഴലായിട്ട് ജീവിക്കാനായിരിക്കാം അയാൾ താല്പര്യപ്പെട്ടത്, പക്ഷെ അതിന് പോലും ഒരു വ്യക്തമായ രൂപമില്ലായിരുന്നു. അതായിരിക്കണം അത്രയ്ക്കുണ്ട് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ശാരദാമ്മ അതുവരെ കേൾക്കുന്നുണ്ട്. പിന്നീടും യാമിനി ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ലവ് മാരേജ് ആയിരുന്നില്ലേ, സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. അതിങ്ങനെ രാജീവ് പറയാനായിട്ട് വരുമ്പോഴേക്കും ഈ ശാരദാമ്മ നിൽക്കുന്നതിൻ്റെ പുറകെ ഗീത വരികയാണ്. അന്നേരം ഗീത ഇങ്ങനെ വന്ന് ശാരദാമ്മയുടെ തോളി പിടിക്കുമ്പോൾ ശാരദാമ്മ അങ്ങ് പേടിച്ചു പോവുകയാണ്. അന്നേരം നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ തപ്പുകയാണ്. അന്നേരം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും തമ്മിൽ നിന്ന് സംസാരിക്കുന്നത് ഒളിഞ്ഞ് കേൾക്കുന്ന നിങ്ങൾക്ക് നാണമില്ലേ, ഇതിപ്പോൾ ബെഡ്റൂമിലൊക്കെ ഒളിഞ്ഞു നോക്കുന്നത് പോലെ എന്നും പറഞ്ഞങ്ങ് ശാരദാമ്മയെ ആകെ അങ്ങ് ഗീത കളിയാക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ വല്ല ജോലിയുമുണ്ടോ നോക്കെന്നും പറഞ്ഞില്ല ആട്ടിപ്പായിക്കുന്നത് പോലെ ശാരദാമ്മ എങ്ങ് വഴക്ക് പറയണം. അന്നേരം അങ്ങ് ആകെ മാനം കെട്ട് ഉത്തരമില്ലാതെ ശാരദാമ്മ എങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് യാമിനി ഇങ്ങനെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കാണില്ല, ഭർത്താവ് മരിച്ചതിന് ശേഷമോ വിവാഹമോചിതതിന് ശേഷമാണ് ഒരിടത്തും പോകാൻ പറ്റില്ല എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ശാരികയെ കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് ശാരിക ഇങ്ങനെ അടുക്കള വശത്ത് കുടുംബശ്രീ ഹോട്ടലിൻ്റെ അടുക്കള വശത്തിരുന്ന് കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ആ ഒരു സന്ദർഭങ്ങൾ കാണിക്കുന്നുണ്ട്. ശ്യാമയ്ക്ക് ശാരദാമ്മ ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ശാരി ചേച്ചിക്കില്ലേന്ന് ചോദിച്ചപ്പോൾ അടുക്കളയിൽ തീയും പോയും കൊള്ളുന്ന അവർക്ക് എന്തിനാണെന്നും പിന്നീട് ശ്യാമ വന്ന് ഇസ്തിരി അയൺ ചെയ്ത് വയ്ക്കണം ഡ്രസ്സെല്ലാം അങ്ങനെ
അങ്ങനെയൊക്കെ പറഞ്ഞ് ശാരികയെ അപമാനിക്കുന്നതും ഒരു വിലയുമില്ലാതെയാണ് സമൂഹത്തിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ജീവിക്കേണ്ടി വരുന്നതെന്ന് കാണിക്കാനായിട്ട് ആ സീനുകളൊക്കെ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അങ്ങ് അടുക്കളയ്ക്ക് അകത്ത് കയറിയിട്ട് ജനൽ കൂടെ നോക്കുന്നുണ്ട്. പക്ഷെ അന്നേരം ഇവർ സംസാരിക്കുന്നത് ശാരദാമ്മയെ കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ സംഭാഷണവും ശബ്ദം കാണിക്കുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നതും അവസാനം രണ്ടുപേരും കൂടി ചിരിച്ച് കൈ കൊടുക്കുന്നതുമാണ് കാണുന്നത്, രാജീവും യാമിനിയും തമ്മിൽ. അന്നേരം എൻ്റെ ദേവി അയ്യോ എന്നും പറഞ്ഞിങ്ങനെ ശാരദാമ്മ നിൽക്കുന്നുണ്ട്. അന്നേരം അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, കല്യാണം നടക്കും, തൻ്റെ മകളുടെ ജീവിതം പോയി എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ശാരദാമ്മ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേസമയം അകത്ത് പിന്നെ കൃഷ്ണൻകുട്ടി അമ്മാവനും പിന്നെ വിജയലക്ഷ്മിയും കരുണാകരൻ നായരും ഗീതയും ഒക്കെ ചേർന്നങ്ങ് കല്യാണ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. സ്വർണ്ണവിലയെക്കുറിച്ച് ഏറ്റക്കുറച്ചിൽ കൂടുന്നതിനും കുറയുന്നതിനും കുറിച്ചൊക്കെ കൃഷ്ണൻകുട്ടി അമ്മാവൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എത്ര പവനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇങ്ങനെ ഗീത ചോദിക്കുകയാണ്. അന്നേരം വിജയലക്ഷ്മി പെട്ടെന്ന് അങ്ങ് തടുക്കുകയാണ്. അത് ആഘോഷമാകുമ്പോൾ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ ചോദ്യമൊന്നുമില്ല. പിന്നെ പെണ്ണിനിടുന്ന 5-10 പവൻ അത് ഞങ്ങളുടെ അവകാശമാണ്. തക്കലയിൽ ഞാനൊരു സ്വർണ്ണ ചിട്ടിക്ക് ചേർന്ന അന്നത്തെ വിലയ്ക്ക് തന്നെ സ്വർണം തരൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മാവൻ ഇങ്ങനെ അന്തം വിട്ട് വിജയലക്ഷ്മിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അന്നേരം കരുണാകരൻ നായർ പറയുകയാണ്, സന്തോഷമായി, ഞങ്ങൾക്ക് സ്വർണം തന്ന് പെണ്ണിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൊണ്ടല്ല, ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ഞങ്ങളുടെ മകളെ അയക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ആൺകുട്ടികളുടെയും രക്ഷിതാക്കൾ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങൾക്ക് ഉള്ള എല്ലാ സ്വത്തുക്കളും എൻ്റെ മകൾക്കുള്ളതാണ്, അത് അവൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, ആദ്യം ഞാൻ സ്വർണത്തിനും പണത്തിനും ഒക്കെ കൂടുതൽ ആക്രാന്തവും അത്യാർത്ഥിയും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ മകൻ്റെ ആദ്യത്തെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. ആ കട എല്ലാം എനിക്ക് വീട്ടണം എന്നിങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതയ്ക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ഗീത അങ്ങനെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് അങ്ങ് ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഒത്തുചേരേണ്ടത്. ആൺകുട്ടി പെണ്ണിനോട് എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചാൽ നീ എന്തിനാണ് അങ്ങനെ കാണിച്ചതെന്ന് ആൺവീട്ടുകാരും തിരിച്ച് എൻ്റെ മൂക്ക് ചൊറിഞ്ഞു എന്നും പറഞ്ഞു പെണ്ണ് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ പോടിയെന്ന് പെൺവീട്ടുകാരും പറയണം. അങ്ങനെയാണ് ഇങ്ങനെയുള്ള സമൂഹം എന്നൊക്കെ പറഞ്ഞ് അവർ തങ്ങളിൽ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞ്. ഈ സമയത്ത് രാജീവും യാമിനിയും കൂടി ചിരിച്ച് സന്തോഷിച്ച് അകത്തേക്ക് കയറി വരികയാണ്. എന്താ അവർ വന്നല്ലോ എന്ന് പറയുമ്പോൾ തുടർന്ന് അമ്മാവൻ രാജീവിനെ പിടിച്ച് അകത്തേക്കൊക്കെ ഇരുത്തുന്നുണ്ട്. തുടർന്ന് കരുണാകരൻ നായർ പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം ധാരണ എത്തിയിട്ടുണ്ട്, ഇനി നിങ്ങൾ പച്ചക്കൊടി കാണിച്ചാൽ നടത്താമെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഇത് കേട്ടുകൊണ്ട് ആകെ ടെൻഷനിൽ അടുക്കള വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. ഇനി രാജീവും യാമിനിയും കൂടി എന്തു പറയും എന്നുള്ള ഒരു ഉദ്ദേശത്തില്ല. അവരാലോചിച്ചൊരു തീരുമാനം എടുക്കട്ടെ, ഒരു കാര്യം പിഴച്ചു പോയത് കൊണ്ടാണ് അവരുടെ ജീവിതം ഇങ്ങനെ ആക്കിയത്, അവർക്ക് കുറച്ച് സമയം കൊടുക്കുന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. അന്നേരം രാജീവ് അങ്ങ് പറയുകയാണ്, ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് യാമിനി എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. അയാളുടെ അഭിപ്രായം എന്താണെങ്കിലും തുറന്നു പറയട്ടെ എന്ന് യാമിനിയുടെ അഭിപ്രായം ആദ്യം ചോദിക്കുകയാണ് അവിടെ. അന്നേരം ഈശ്വരാന്നും പറഞ്ഞ് തൊഴുത അടുക്കള വാതിലിൽ നിൽക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് യാമിനി തൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്, രാജീവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണവും രാജീവിനില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാജീവിന് ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. നന്നായിട്ട് ചിരിച്ച് സന്തോഷിച്ചങ്ങിരിക്കുകയാണ്. അവിടെ ശാരികയെക്കുറിച്ചൊന്നും രാജീവ് ഓർക്കുന്നില്ല. ഈ കല്യാണത്തിന് രാജീവ് സമ്മതിച്ചിരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ എങ്ങനെ അന്തം വിട്ടിരിക്കുന്നുണ്ട്. വിജയലക്ഷ്മിക്കും ഗീതയ്ക്കും അമ്മാവനും കരുണാകരൻ നായർക്കും യാമിനിയുടെ കൂട്ടുകാരികൾക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. ഇനി രാജീവിൻ്റെ അഭിപ്രായം എന്താണെന്ന് കരുണാകരൻ നായർ ചോദിക്കുമ്പോൾ യാമിനിയെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. തുടർന്ന് രാജീവ് യാമിനിയും തമ്മിൽ ഇങ്ങനെ പരസ്പരം കണ്ണിൽ കണ്ട് നോക്കുന്നത് ഒക്കെ കാണിക്കുന്നുണ്ട്. തുടർന്ന് കരുണാകരൻ നായർ പറയുകയാണ്, ഇതിപ്പോൾ നമ്മളാണ് മണ്ടന്മാരായത്, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവർ വലിയ ധാരണയിലേക്ക് എത്തി എന്ന് പറയുകയാണ്. തുടർന്ന് എല്ലാവരും അങ്ങ് ചിരിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണൻകുട്ടി അമ്മാവൻ പറയുകയാണ്, അപ്പോൾ അതിപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പമായി, ഇനിയിപ്പോൾ ജാതകം നോക്കലും പൊരുത്തം നോക്കലും ജാതകം കൊടുക്കലും ഒക്കെ ആകുമ്പോൾ കല്യാണത്തിലേക്ക് കടക്കാവുന്നു. അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് രാജീവ് ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മ ശ്രദ്ധിക്കുകയാണ് രാജീവ് എന്താണ് പറയുന്നതെന്ന്. 10-8 പൊരുത്തം നോക്കി ഒരു കല്യാണം നടത്തിയത്, എന്നിട്ടിപ്പോൾ എന്തായി എന്ന് രാജീവ് പറയുകയാണ്. അന്നേരം അല്ല അതിപ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ ഗീത നിൽക്കുമ്പോൾ കരുണാകരൻ നായർ പറയുകയാണ്, നിൽക്ക് മോള് പറയട്ടെ എന്ന്. അന്നേരം പറ മോളെ എന്ന് പറയുമ്പോൾ രാജീവിൻ്റെ അഭിപ്രായം തന്നെയാണ് എൻ്റെയും അഭിപ്രായം എന്ന് പറഞ്ഞ് യാമിനി രാജീവിനോട് പറഞ്ഞതിനോട് സമ്മതിക്കുകയാണ്. വേണമെങ്കിൽ കല്യാണത്തിനൊരു മുഹൂർത്തം നോക്കാമെന്ന് ഇങ്ങനെ യാമിനി പറയുമ്പോൾ കാലം പോയൊരു പോക്കേന്നും പറഞ്ഞ് അമ്മാവനും എല്ലാവരും കൂടി അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് നിശ്ചയം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ തിടുക്കമായെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങ് ഹാപ്പി മൂഡിലാണ്. അന്നേരം രാജീവും യാമിനിയും ഒക്കെ ആകെ അങ്ങ് സന്തോഷത്തിലാണ്. തുടർന്ന് നിശ്ചയം നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരെയും വിളിച്ചൊരു സദ്യ കൊടുക്കണം, കാരണവന്മാരുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ ഉത്തരം നൽകേണ്ടി വരും. പിന്നെ വിവാഹം ആർഭാടമായിട്ട് തന്നെ നടത്തും. അത് പിന്നെ കരുണാകരൻ നായരുടെ മകളുടെ ജീവിതം
കോഞ്ഞായിട്ടായിരുന്നു ചില തോന്നിയാസികളൊക്കെ പറയുന്നുണ്ട്, അതിനൊക്കെ എനിക്ക് മറുപടി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഒരു സന്തോഷം തന്നെയാണ്. തുടർന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ ഞാനങ്ങ് കൊണ്ടുപോയിക്കോട്ടെ ഇപ്പം തന്നെയെന്ന്. അന്നേരം കൊണ്ടുപോകുന്നതിൽ വിരോധമൊന്നുമില്ല, പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഇറങ്ങി രാജീവിനെ കൊണ്ടൊരു താലി കെട്ടിച്ചേക്കണമെന്ന് ഗീതയും പറയുകയാണ്. അതൊന്നും എല്ലാവരും ചിരിച്ച് സന്തോഷം സംസാരിക്കുകയാണ്. ആ കൂട്ടുകാരികളും ഒക്കെ ഉണ്ട്. പക്ഷേ ശാരദാമ്മയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ആകെ എങ്ങ് ടെൻഷനിലാണ് തൻ്റെ മകളുടെ ജീവിതം പോകുന്നതിൽ. തുടർന്ന് നിശ്ചയത്തിൻ്റെ ഡേറ്റൊക്കെ ഫോണിൽ കൂടി സംസാരിക്കാം, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാം, പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിക്കോട്ടേയും ചോദിക്കുകയാണ്. തുടർന്ന് യാത്ര പറച്ചിലാണ്. വിജയലക്ഷ്മി എഴുന്നേറ്റ് യാമിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോളോട് യാത്ര പറയുന്നില്ല, കൊണ്ടുപോകാനായിട്ട് ഒരു ദിവസം നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിച്ച് കവിളിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അത് കണ്ട് ഗീതയ്ക്കും കരുണാകരനാർക്കും അമ്മാവനും രാജീവിനും ഒക്കെ അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് അപ്പോൾ ഇനി യാത്രയില്ല എന്നും പറഞ്ഞ് അമ്മാവൻ എഴുന്നേൽക്കുകയാണ്, രാജീവും കൂടെ എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് രാജീവ് ഇങ്ങനെ യാമിനിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അന്നേരം അമ്മാവൻ തോണ്ടിയിട്ട് പറയുകയാണ്, നീ എവിടെ നോക്കി നിൽക്കുകയാണ്, നടക്കടാന്ന് പറയുകയാണ്, കളിയാക്കിയാണ് പറയുന്നത്. തുടർന്ന് രാജീവ് ഇങ്ങനെ പോട്ടേന്ന് ഇങ്ങനെ തലവിലേക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുകയാണ്. അന്നേരം അതേ സമ്മതം തന്നെ യാമിനിയും പറയുന്നുണ്ട്. തുടർന്ന് അവർ അവിടെ നിന്ന് ഇറങ്ങിയാണ്. തുടർന്ന് അവർ പോകുന്നതൊക്കെ ശാരദാമ്മ അങ്ങ് വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ഈ കൂട്ടുകാരികൾ സ്റ്റെപ്പിൽ നിന്നാണ് ഇതെല്ലാം കേൾക്കുന്നത്. തുടർന്ന് വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി യാമിനി അടുത്തേക്ക് ചെന്ന് എന്താ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്നിങ്ങനെ കണ്ണടച്ച് യാമിനി കാണിച്ചിട്ട് നാണം കൊണ്ടങ്ങ് ഓടി സ്റ്റെപ്പിൽ കൂടെ കയറി പോവുകയാണ്. അന്നേരം നിൽക്കടി എവിടെയെന്നും പറഞ്ഞ് ഈ കൂട്ടുകാരികൾ അങ്ങനെ പുറകെ ഓടുകയാണ്. അന്നേരം ആ ഒരു സന്തോഷമൊക്കെ അവരെ യാത്രയാക്കിയിട്ട് വരുന്ന കരുണാകരൻ നായരും ഭാര്യയും ഗീതയും കൂടെ കാണുമ്പോൾ അവർക്കൊക്കെ ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് കരുണാകരൻ നായർ ഗീതയോട് പറയുന്നുണ്ട്, ആ നശിച്ച കല്യാണ ദിവസത്തിന് ശേഷം എൻ്റെ മോള് ചിരിച്ചു കാണുന്ന എന്നാണ്, ഈ സന്തോഷം കെടുത്തി കളയല്ലേ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശാരദാമ്മ അത് കേട്ട് നെഞ്ചത്തിങ്ങനെ കൈവയ്ക്കുകയാണ്. അന്നേരം നമ്മുടെ മോൾക്ക് സന്തോഷം കൊടുക്കും, ഈ കല്യാണം നടക്കും കരുണേട്ടാന്ന് ഇങ്ങനെ ഗീത പറയുന്നുണ്ട്. ഇതേസമയം യാമിനിയാണെങ്കിൽ അങ്ങ് ഓടിപ്പോയി അങ്ങ് റൂമിനകത്ത് കയറി കൂട്ടുകാരിയെ വെളിയിലാക്കി അങ്ങ് അകത്ത് കയറി കഥ അടച്ചിട്ട് കട്ടിലേക്ക് പോയിരുന്ന അങ്ങ് കല്യാണത്തെക്കുറിച്ചൊക്കെ അങ്ങ് സ്വപ്നം കാണുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.